വടക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ സായുധസേനയും അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും അധികാരം പങ്കിടുന്നതിനെ ചൊല്ലി ആഭ്യന്തര യുദ്ധം നടന്നുവരുന്നു. യുദ്ധം ഇപ്പോൾ 2ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഇതിനിടയിൽ കത്തോലിക്ക മെത്രാന് ക്രൂര പീഡനം. എൽ ഒബെയ്ദ് രൂപതാധ്യക്ഷനായ ബിഷപ്പ് യുനാൻ ടോംബെ ട്രില്ലെ കുക്കു അൻഡാലിയാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ ക്രൂരമായ പീഡനത്തിനിരയായത്. ജോസഫ് എന്ന ഒരു ഡീക്കനും അദ്ദേഹത്തിനോടൊപ്പമുണ്ടായിരുന്നു. തനിക്ക് നേരിടേണ്ടി വന്ന കൊടിയ പീഡനത്തെക്കുറിച്ച് ബിഷപ്പ് ടോംബെ തെക്കൻ സുഡാനിലെ ടോംബുര യാംബിയോ രൂപതാധ്യക്ഷനായ ബിഷപ്പ് എഡ്വാർഡ് ഹിബോരോ കുസാലയെ അറിയിക്കുകയായിരുന്നു. ഇക്കാര്യം ബിഷപ്പ് ഹിബോരോ ACI ആഫ്രിക്ക എന്ന മാധ്യമത്തോട് വെളിപ്പെടുത്തിയതോടെയാണ് വിഷയം ചർച്ചയായത്. RSF മർദ്ദിക്കുന്നതിന് മുൻപ് സുഡാനി സൈന്യമായ SAF മെത്രാനെ അപമാനിക്കുകയും കയ്യിലുള്ള പണം പിടിച്ചുവാങ്ങുകയും ചെയ്തിരുന്നു. മെത്രാന്റെ കഴുത്തിലും നെറ്റിയിലും തലയിലും നിരവധി പ്രാവശ്യം മർദ്ദിച്ചുവെന്നാണ് ACI ആഫ്രിക്കയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ബിഷപ്പ് ടോംബെയ്ക്ക് മാരകമായ മുറിവേറ്റിട്ടുണ്ടെന്നും താടിയെല്ലുകൾക്ക് പരിക്കേറ്റിട്ടുള്ളതിനാൽ ഭക്ഷണം കഴിക്കുവാൻ പോലും കഴിയുന്നില്ലെന്നും ബിഷപ്പ് ടോംബെ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. മെത്രാനും ഡീക്കനും യാത്ര ചെയ്യുന്നതിനിടെ സുഡാനീസ് ആംഡ് ഫോഴ്സിന്റെ കയ്യിലാണ് ആദ്യം ചെന്നുപെടുന്നത്. അവർ അദ്ദേഹത്തെ അപമാനിക്കുകയും അനുവദനീയമല്ലാത്ത പണം കയ്യിൽ വെച്ചു എന്ന വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന അമേരിക്കൻ ഡോളർ പിടിച്ചുവാങ്ങുകയും ചെയ്തു. സൈന്യത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടയിലാണ് ഇരുവരും RSFന്റെ കയ്യിൽ അകപ്പെടുന്നത്. അവർ മെത്രാനെയും ഡീക്കനെയും ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കി ഉപേക്ഷിക്കുകയായിരുന്നു. ഇതാദ്യമായല്ല 60കാരനായ മെത്രാൻ ആക്രമിക്കപ്പെടുന്നത്. ആഭ്യന്തര കലഹം തുടങ്ങി 5 ദിവസങ്ങൾക്ക് ശേഷം മേരി ക്യൂൻ ഓഫ് ആഫ്രിക്ക കത്തീഡ്രലിൽ ഉണ്ടായ ബോംബാക്രമണത്തിൽ നിന്നും ബിഷപ്പ് ടോംബെയും വൈദികനും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ആ സമയത്ത് അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ അവസാനത്തിനായി ശബ്ദമുയർത്തുന്നവരിൽ ഒരാളാണ് ബിഷപ്പ് ടോംബെ. യുദ്ധത്തിൽ ഇതുവരെ ഏതാണ്ട് 61,202 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻസും സുഡാൻ റിസർച്ച് ഗ്രൂപ്പും പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ട ചർച്ചകൾക്കായുള്ള യാതൊരു പ്രതീക്ഷയുമില്ലെന്നും നേതാക്കൾ സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്നും കഴിഞ്ഞ വർഷം ബിഷപ്പ് ടോംബെ വെളിപ്പെടുത്തിയിരുന്നു.